വെക്ക്. നമ്മൾ ഇന്നലെ 48-ാമത്തെ ശ്ലോകത്തിലെ അത് ഒന്നുകൂടെ വായിക്കാവോ? ഈ ചന്ദ്രലേഖൻ ഇന്നലെ ഇല്ലായിരുന്നല്ലോ. ചന്ദ്രലേഖയ്ക്ക് വായിക്കാവോ ഒന്നുകൂടെ? 48. 48 ഉണ്ടായിരുന്നോ? 48. ഇല്ലല്ലോ. ആ യോഗസ്ഥഃ കുരു കർമാണി സംഗം ത്യക്ത്വാ ധനഞ്ജയ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വാ സമത്വം യോഗ ഉച്യത്തെ. ഹേ അർജുന, യോഗസ്ഥനായിട്ട് സംഘം ത്യജിച്ച് ജയാജയങ്ങളിൽ സമഭാവത്തോടെ വർത്തിച്ച് കർമ്മങ്ങൾ ചെയ്യൂ. സമചിത്തതയെ യോഗമെന്ന് പറയുന്നു. കർമ്മയോഗ രഹസ്യത്തെ വിശദമാക്കുകയാണിവിടെ. കർത്തവ്യ കർമ്മങ്ങൾ സസന്തോഷം നിർവഹിക്കുന്ന കർമ്മയോഗികൾ അനുഭവിക്കുന്ന ആനന്ദ നിർവൃതി സ്വായത്തമാക്കാൻ എന്ത് ഉപായം? കർത്തൃത്വ ഭോക്തൃത്വാഭിമാനങ്ങൾ വെടിഞ്ഞ് കർമ്മം ചെയ്യുക തന്നെ. അതെങ്ങനെ? യോഗത്തെ അവലംബിക്കൂ. എന്താണ് യോഗം? മനസ്സിന്റെ സമനില തന്നെ. സമത്വം യോഗ ഉച്യത്തെ. സുഖ ദുഃഖാദി ദ്വന്ദ്വ അനുഭവങ്ങളെ ഒരേ നിലയിൽ കരുതി സമചിത്തതയോടെ കർമ്മം ചെയ്യാനാണ് ഗീത ഉപദേശിക്കുന്നത്. മനസ്സിനെ സാമ്യാവസ്ഥയിൽ നിർത്താൻ എന്തുപായം? സംഘം ത്യജിക്കുക. മനോവീര്യം ക്ഷയിപ്പിക്കുന്ന തെറ്റായ ചിന്തകളെ, അതായത് മിഥ്യാസങ്കല്പങ്ങളും പ്രതീക്ഷകളും ഭയാശങ്കകളും ആകാശക്കോട്ടകളും ഒക്കെ വെടിയുക. മനസ്സിൽ നിന്ന് തെറ്റായ ചിന്തകൾ മുഴുവൻ നീങ്ങിയാൽ മാത്രമേ കർമ്മയോഗം അനുഷ്ഠിക്കാനാവൂ. എന്നാണെങ്കിൽ അത് അസാധ്യമെന്ന് പോലും തോന്നിപ്പോകും. കാരണം നമ്മുടെ ഉള്ളിൽ വേണ്ടാത്ത ചിന്തകൾ കുറച്ചൊന്നുമല്ല. എന്നാൽ ഉപനിഷത് ജ്ഞാനത്തിന്റെ വെളിച്ചത്തിൽ നോക്കുമ്പോൾ ഈ ഭയത്തിന് അവകാശമില്ല. നമ്മെ നിർവീര്യരാക്കുന്ന അസത് സങ്കല്പങ്ങളൊക്കെയും അഹന്തയെ ചുറ്റിപ്പറ്റി നിൽക്കുന്നവയാണ്. അഹന്തയാവട്ടെ ഭൂതകാലത്തെ പറ്റിയുള്ള സ്മരണകളുടെയും ഭാവിയെക്കുറിച്ചുള്ള പ്രതീക്ഷകളുടെയും ഒരു മാറാപ്പല്ലാതെ മറ്റൊന്നുമല്ല താനും. ഭൂതകാലം മരിച്ചു കഴിഞ്ഞു, ഭാവിയാവട്ടെ ജനിച്ചിട്ടുമില്ല. രണ്ടും ഇപ്പോൾ നമ്മോടൊപ്പമില്ല. ആ നിലയ്ക്ക് അഹന്തയോടെ ജീവിക്കുക എന്നതിനർത്ഥം ഭൂതകാലമാകുന്ന ശ്മശാനത്തിലോ ഭാവിയാകുന്ന ഗർഭത്തിലോ കഴിയുക എന്നാണല്ലോ. രണ്ടായാലും പ്രവർത്തിക്കാനും നേടാനുമുള്ള അവസരമായ വർത്തമാനകാലം നമുക്ക് നഷ്ടപ്പെടുന്നു. പരിതാപകരമായി ഈ ബുദ്ധിശൂന്യത ഒഴിവാക്കുക. വർത്തമാനകാലം വേണ്ട പോലെ വിനിയോഗിക്കുക എന്നാണ് സംഘം വെടിഞ്ഞ് സമചിത്തതയോടെ കർമ്മം ചെയ്യുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭൂതത്തിൽ നിന്നും ഭാവിയിൽ നിന്നും സ്വയം നിവൃത്തനായി സർവ കഴിവുകളും വർത്തമാനത്തിൽ വിനിയോഗിച്ചുകൊണ്ട് ആത്മസമർപ്പണ ബുദ്ധ്യാ കർമ്മം ചെയ്യുക. കർമ്മത്തിൽ തന്നെ നിവൃത്തി അടയുക. ഇതത്രേ കർമ്മയോഗം. അതുകൊണ്ടുണ്ടാകുന്ന നേട്ടം അതിമഹത്തായിരിക്കും. അഭൗമമായ ആനന്ദ അനുഭൂതിയിൽ സ്വയം മറന്ന് ജോലി ചെയ്യുന്ന ഒരു കലാകാരനെ നോക്കുക. കൈകാലുകൾ പ്രവർത്തിക്കുന്നിടത്ത് ഹൃദയ മസ്തിഷ്കങ്ങൾ സസന്തോഷം ഒത്തുചേരുമ്പോൾ ഏത് പ്രവൃത്തിയും കലയായി മാറുന്നു. അങ്ങനെ തന്നെത്താൻ മറന്ന് കർമ്മം ചെയ്യുന്നതിനിടയിൽ മറ്റൊരാൾ നമ്മുടെ മുമ്പിൽ വന്ന് നിന്നാൽ പോലും നാം അറിയില്ല. കർമ്മത്തിൽ വിലീനമായ വ്യക്തിത്വം വീണ്ടും ഉരുത്തിരിഞ്ഞു വരാൻ ആഗതന്റെ സാന്നിധ്യം അറിഞ്ഞ് കുശലപ്രശ്നം ചെയ്യാൻ കുറച്ച് സമയം വേണ്ടിവരും. യോഗയുക്തനായി കർമ്മം ചെയ്യുമ്പോൾ സ്വവ്യക്തിത്വം മറക്കാതെ വയ്യ. ഇങ്ങനെ തന്നെത്താൻ മറന്ന് കർമ്മത്തിൽ മുഴുകുന്ന യോഗിക്ക് കർമ്മഫലത്തെക്കുറിച്ച് ആകാംക്ഷ ഉണ്ടാവില്ല. കർമ്മത്തിന്റെ സിദ്ധിയും അസിദ്ധിയും നേട്ടവും കോട്ടവും ഭാവിയിൽ വരാനിരിക്കുന്നവയാണ്. അവയെക്കുറിച്ച് ആകാംക്ഷാഭരിതനാവുക എന്നതിനർത്ഥം വർത്തമാനത്തെ വിട്ട് ഭാവിയിൽ ജീവിക്കാൻ ശ്രമിക്കുക എന്നാണല്ലോ. അത് ബുദ്ധിശൂന്യതയാണ്. വർത്തമാന കാലത്തെ ഓരോ നിമിഷവും ബുദ്ധിപൂർവ്വം വിനിയോഗിക്കുമ്പോൾ ഉളവാകുന്ന ആനന്ദ നിർവൃതി അവാച്യമത്രേ. അതിനാൽ അഹങ്കാരം വെടിഞ്ഞ് സംഘം തക്ത. നേട്ടമോ കോട്ടമോ എന്താണാവോ വരാൻ പോകുന്നത് എന്നൊന്നും ചിന്തിച്ച് വിഷമിക്കാതെ സിദ്ധ്യസിദ്ധ്യോ സമോ ഭൂത്വ മനസ്സിനെ യോഗാവസ്ഥയിൽ ഉറപ്പിച്ച് കർമ്മങ്ങൾ ചെയ്യൂ. യോഗസ്ഥ കുരു കർമാണി എന്ന് ഭഗവാൻ അർജുനനെ ഉപദേശിക്കുന്നു. സമചിത്തതയോടെ കർമ്മം ചെയ്യുന്നതിനെ യോഗം എന്ന് പറയുന്നു. സമത്വം യോഗ ഉച്യത്തെ. നമ്മൾ അത് ഇന്നലെ പറഞ്ഞതായിരുന്നു. ഈ കർമ്മയോഗത്തിന്റെ രഹസ്യം സമചിത്തത വരിക്കാനാണ് പറയുന്നത്. മനസ്സിനെ സാമ്യാവസ്ഥയിൽ, സമാവസ്ഥയിൽ. വെച്ചാല് നമുക്കൊരു സുഖവും ഇല്ല ദുഃഖവും ഇല്ല എന്നുള്ള രീതിയിൽ ആ മനസ്സിനെ സാമ്യാവസ്ഥയിൽ, അതിനെ യോഗം എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഈ പ്രസന്റിൽ നമ്മളെ നിലനിർത്തുന്ന ശക്തിയായിട്ട് നമ്മൾ കണക്ഷനാണ്, അതുമായിട്ട് യോജിക്കുക.
നമ്മൾ ഈ പ്രസന്റിൽ അതുകൊണ്ട് ചിന്തിക്കുമ്പോൾ ആ ശക്തിയിലാണ് ഞാൻ ഈ ചെയ്യുന്നുള്ള ആ ആ ചിന്തയിൽ, അതാണ് യോഗം, അതാണ് ഈശ്വരനായിട്ടുള്ള കണക്ഷൻ. അതേസമയത്ത് നമ്മൾ കർമ്മയോഗമാണ് നമ്മൾ ചെയ്യുന്നതല്ല. നമ്മളെന്തോ യൂഷ്വലായിട്ട് ചെയ്യുന്ന കർമ്മം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിങ്ങനെ നാനാവിധ ചിന്തകളാണ്, ഒന്നീ പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്. അപ്പം നമ്മൾ ആ പ്രസന്റിലുള്ള ചൈതന്യത്തിലില്ല. നമ്മുടെ മനസ്സ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒന്നീ പാസ്റ്റ് അല്ലെങ്കിൽ ഫ്യൂച്ചറിലുള്ള ചിന്തകൾ. നമ്മുടെ ഒരു സാധാ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ് അത്. നമ്മുടെ ഒരു മനസ്സിങ്ങനെ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടും. ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുന്ന ഒരു വശത്ത് നടക്കുന്നത് വേറെ രീതിയിൽ. അപ്പം നമ്മളിങ്ങനെ അപ്പം നമ്മളിങ്ങനെ ചിന്തിച്ചാൽ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ട് കാര്യമില്ല. എനിക്ക് എൻ്റെ സാഹചര്യങ്ങൾ ഇന്ന വരണം, മറ്റേതുകൊണ്ട് എനിക്ക് അതിൽ സ്വാതന്ത്ര്യമില്ല. പിന്നെ അങ്ങനെ ഇല്ലാത്തപ്പോൾ നമ്മളെന്തിനാ ഇങ്ങനെ ചിന്തിച്ചു കൂട്ടുന്നേ? അതുകൊണ്ട് എന്തോ പ്രയോജനം? ഒരു പ്രയോജനവും. അത് മാത്രമല്ല, നമുക്ക് നഷ്ടമേ ഉള്ളൂ. എന്തുകൊണ്ട്? നമുക്ക് ഈ പ്രസന്റ് ശരിക്കും ചെയ്യാൻ പറ്റത്തില്ല. നമ്മൾ എന്തെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി വെക്കുക. അതേസമയത്ത് മനസ്സ് ഈ പ്രസന്റിൽ 100% കോൺട്രിബ്യൂഷൻ ചെയ്യാൻ പറ്റത്തില്ല. നമ്മളത് കോംപ്രമൈസ് ചെയ്യുക. ഇത് നമ്മൾ എല്ലാവരുടെയും ഇതാണ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ഒരു നാമം ചൊല്ലുമ്പോൾ തന്നെ, ഏതെങ്കിലും വിഷ്ണു സഹസ്രനാമം ചെല്ലുമ്പോഴേ നമുക്ക് ഇങ്ങനെ ചൊല്ലി അത് മെക്കാനിക്കൽ കാണാതെ അറിയാം. അതിങ്ങനെ ചൊല്ലിക്കൊണ്ടിരിക്കും, മനസ്സ് വേറെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. അത് നമ്മുടെ എല്ലാം അനുഭവമാണ്. നമ്മുടെയൊക്കെ മനസ്സ് ഇങ്ങനെ അഹന്ത എനിക്ക് ഇന്നലെ എന്തോ സംഭവിച്ചു, നാളെ എന്തോ സംഭവിക്കും, എന്ന് വെച്ചാൽ എന്തോ, ഞാൻ ശരീരബുദ്ധിയിലിരിക്കുക, ഞാൻ ഈശ്വരനുള്ള ചിന്തയില്ല. ഞാനിപ്പോൾ ഇരുന്ന് ഇങ്ങനെ ഈ കർമ്മം ചെയ്യുന്നത് ഞാൻ ഈശ്വരൻ്റെ പ്രസൻസിലാണ് എനിക്ക് ഈ കർമ്മം ചെയ്യാൻ പറ്റുന്നുള്ള എനിക്ക് ഓർമ്മയേ ഇല്ല. അതേസമയത്ത് കഴിഞ്ഞു പോയതിനെക്കുറിച്ചും ഇനിയും വരാൻ പോയതിനെക്കുറിച്ചും ഇത് രണ്ടും കൊണ്ട് ഒരു പ്രയോജനമില്ല എനിക്ക്. കാരണം ഞാൻ എന്തോ ചിന്തിച്ചു കൂട്ടിയാലും അതിനനുസരിച്ചല്ല പോകുന്നത്. എൻ്റെ കാർമിക് എഫക്റ്റ് വന്നുകൊണ്ടിരിക്കും. അതിനെ എനിക്ക് നേരത്തെ അറിയാൻ എനിക്ക് ഒരു വഴിയുമില്ല. ഇന്നതൊക്കെ വരുമെന്ന് നമുക്കറിയാവോ? നമുക്കറിയത്തില്ല. നമുക്ക് അറിയാവുന്ന എന്താ, ഇപ്പം നമ്മുടെ മുമ്പിൽ കുറേ കർമ്മങ്ങൾ വന്നിട്ടുണ്ട്, നമുക്ക് ചില കർത്തവ്യങ്ങൾ വന്നിട്ടുണ്ട്. അതിനെ നമ്മൾ ആത്മാർത്ഥമായിട്ട് വെച്ചാൽ എൻ്റെ മനസ്സിങ്ങനെ അനാവശ്യ ചിന്തകളിലോട്ട് പോകരുത്. ഇത് നമ്മൾ എപ്പോഴും മനസ്സിൽ ചിന്തിച്ചുകൊണ്ടിരിക്കണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സങ്ങ് പൊയ്ക്കൊണ്ടിരിക്കും. കുറേ കഴിയുമ്പോൾ അയ്യോ ഞാൻ എന്തോ ചെയ്തുകൊണ്ട് നമ്മൾ അങ്ങനെ ആ ഒരു മനസ്സിൻ്റെ ആ പോക്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തില്ല. കുറേ കഴിഞ്ഞാൽ മനസ്സിലാവുന്ന അതിങ്ങനെ പ്രാക്ടീസ് ചെയ്യണം. നമ്മളിങ്ങനെ മനസ്സിൽ തിരിച്ചു കൊണ്ടുവന്നുകൊണ്ടേയിരിക്കണം. ഈ ചെയ്യുന്ന പ്രവൃത്തിയിലോട്ട്, നാമചന്ദ്രയിലായാലും എന്തെങ്കിലും ഒരു ജോലി ചെയ്യുന്നതിലായാലും ആ മനസ്സ് ഫുള്ളായിട്ടിരിക്കണം. ഈ ജോലി ചെയ്യുമ്പോൾ ഉള്ള നമ്മുടെ മനോഭാവം എങ്ങനെ ആയിരിക്കണം? ഈ ഈശ്വര ചൈതന്യത്തിലാണ് ഞാനിത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഈശ്വര ചൈതന്യത്തിൽ അപ്പം ഞാൻ എൻ്റെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ, നാം പാതി ദൈവം പാതി. എൻ്റെ ആ 50% ഞാൻ ഫുള്ളായിട്ട് ഡെലിവറി ചെയ്യണം. ആ 50% ഞാൻ 100% ഡെലിവറി ചെയ്യണം. ആ 50% അതിൻ്റെ 100% എന്തുവാ? ആ 50% ഞാൻ ചെയ്യണം. റിസൾട്ടാണ് ആ ഫെയിലിയറോ സക്സസ്സോ. അത് എൻ്റെ എഫർട്ടുമായിട്ട് ബന്ധപ്പെട്ടല്ല ഇരിക്കുന്നത്. പക്ഷെ ഞാൻ ഇടുന്ന എഫർട്ടിന് തീർച്ചയായിട്ടും ഫലം കിട്ടും. നമ്മുടെ എഫർട്ട് ഒന്നും വേസ്റ്റായിട്ട് പോകത്തുമില്ല. പക്ഷെ നമ്മളെന്ത് വിചാരിക്കുന്നത്, നമ്മൾ ഭയങ്കരമായിട്ട് പ്രിപ്പയർ ചെയ്തു എക്സാം, നമ്മൾ ഏതോ ഒരു ജോലിക്ക് വേണ്ടി, ആ ജോലി കിട്ടിയില്ല. ചുമ്മാതെ 2 വർഷം കോച്ചിങ്ങിന് കളഞ്ഞു. നമ്മൾ ഈ 2 വർഷം എന്തൊക്കെയോ അത് നമുക്ക് ഒരിടത്ത് ഉപകാരപ്പെടും. നമുക്ക് തീർച്ചയായിട്ടും അതുകൊണ്ട് നമുക്ക് പ്രയോജനം വരും. പക്ഷെ നമ്മളെ ഈ ജോലിയാണ് അതിൻ്റെ റിസൾട്ട് എന്ന് വിചാരിക്കുക. കർമ്മഫലമാണ് അത് വന്നുകൊണ്ടേയിരിക്കും. എത്ര എഫർട്ട് ഇട്ടാലും അത് കിട്ടണമെന്നുണ്ടെങ്കിലേ കിട്ടത്തുള്ളൂ. എഫർട്ട് ഇട്ട് എനിക്ക് 100% കിട്ടാൻ എനിക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല. കാരണം സബ്ജക്റ്റ് ടു കാർമിക് എഫക്റ്റാ. എന്നിൽ നിന്ന് പോയത് എന്നിൽ വരും. അപ്പം നമ്മൾ ഉദ്ദേശിക്കുന്ന സമയത്തല്ല കർമ്മഫലം വരുന്നത്. ഞാനിപ്പോൾ ഈ ഇടുന്ന കർമ്മത്തിൻ്റെ ഫലം എനിക്കിപ്പോൾ ഉടനെ തിരിച്ചു കിട്ടണമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുക. അത് മണ്ടത്തരമാണ്. അപ്പം മനസ്സിനെ സാമ്യാവസ്ഥയിൽ നിർത്താൻ എന്താണ് ഉപായം? സംഘം ത്യജിക്കുക. ഈ സംഘം എന്ന് പറഞ്ഞാൽ ഏതുമായിട്ടുള്ള സംഘം? പാസ്റ്റും ഫ്യൂച്ചറുമായിട്ടുള്ള മനോവീര്യം ക്ഷയിപ്പിക്കുന്ന തെറ്റായ ചിന്തകളെ, അതായത് മിഥ്യാസങ്കല്പങ്ങളും പ്രതീക്ഷകളും ഭയാശങ്കകളും ആകാശക്കോട്ടകളും ഒക്കെ ഇതുമായിട്ടുള്ള സംഘം നമ്മളിങ്ങനെ ചിന്തിച്ചു കൂട്ടുക. ഇങ്ങനെയൊക്കെ വേണം, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആവുമോ,
ഇങ്ങനെയൊക്കെയുള്ള ഭയചിന്തകളും നമ്മളിങ്ങനെ സങ്കല്പത്തിലാണ് പോകുന്നത്. ഈ സങ്കല്പം റിയാലിറ്റി ആവത്തില്ല, വളരെ അപൂർവമായിട്ടേ ആവത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ അനാവശ്യമായിട്ട് ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോന്നും, ഇപ്പൊ നിങ്ങൾ ആരെങ്കിലുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടെന്നിരിക്കട്ടെ, ഒരു അപ്പൊ അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുമ്പോൾ നമ്മൾ ഇമാജിൻ ചെയ്യും, ഞാൻ ഇങ്ങനെ പറഞ്ഞ അയാൾ ഇങ്ങനെ പറയത്തില്ലയോ, അങ്ങനെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ പറയണം. നമ്മളിങ്ങനെ അനാവശ്യമായിട്ടുള്ള നടക്കാത്ത കോൺവെർസേഷൻ നമ്മൾ തന്നെ ഉണ്ടാക്കി ചിന്തിക്കും. അപ്പൊ അതുപോലെ ആയിരിക്കത്തില്ല സംഭവങ്ങള്, വേറെ രീതിയിലായിരിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലേ ആയിരിക്കത്തില്ല. അപ്പൊ അനാവശ്യമായ ചിന്തകൾ, ഈ സങ്കല്പങ്ങൾ, അതാ നമുക്ക് ആഗ്രഹിക്കാം, പക്ഷെ ഈ ആഗ്രഹങ്ങളുടെ പുറത്ത് ഞാൻ കുറെ സങ്കല്പങ്ങൾ ഉണ്ടാക്കും. ഇപ്പം ഞാൻ പറയാം, എനിക്കൊരു വീട് വെക്കണം എന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആഗ്രഹം ഒന്നും തെറ്റില്ല, പക്ഷെ ഈ ആഗ്രഹം എപ്പോഴാണ് എനിക്ക് പ്രശ്നമാക്കുന്നത്? ഈ ആഗ്രഹം വെച്ചിട്ട് അതിനെ ഞാൻ അങ്ങോട്ട് സങ്കല്പിച്ചു കൂട്ടി, എങ്ങനത്തെ വീട് വെക്കണം, എല്ലാവരും മറ്റവരെ കാട്ടി വലിയ വീട് വെക്കണം, എനിക്ക് അങ്ങനെ വേണം, ഇങ്ങനെ ഞാൻ കുറെ സങ്കല്പങ്ങളിലോട്ട് പോകും. നമ്മുടെ നില അറിയാതെ മനസ്സങ്ങോട്ട് സങ്കല്പിക്കും. നമ്മുടെയൊക്കെ അവനവന്റെ നില അറിഞ്ഞ് നമ്മൾ ചെയ്യണം. നമ്മൾ ഈ സങ്കല്പത്തിലില്ലേ, മിൽക്ക് മെയ്ഡിന്റെ കഥ കേട്ടിട്ടില്ലയോ? തലയിൽ ഒരു കുടത്തി പാലും വെച്ചിട്ട് ഈ പാല് വിറ്റ് എന്തെങ്കിലും അങ്ങനെ നമ്മൾ ചിന്തിച്ച് ഇത് ഉടഞ്ഞു വീണപ്പോൾ തീരും. ആ സങ്കല്പങ്ങൾ അതാ നമ്മൾ ആ റിയാലിറ്റി ഫേസ് ചെയ്യുമ്പോഴത്തേക്ക് ഈ സങ്കല്പങ്ങളെല്ലാം പോയി. പിന്നെ നമുക്ക് ദുരിതമാണ്. നമ്മൾ സങ്കല്പിച്ചു കൂട്ടിയത് പ്രതീക്ഷിച്ചതെല്ലാം ഇങ്ങനെ സംഭവിച്ചത് നേരെ ഓപ്പോസിറ്റാ. നമ്മൾ നേരെ നിരാശയുടെ കുഴിയിലോട്ട് വീഴും. ഇങ്ങനെ ജീവിതത്തിനെ കൊണ്ടുപോയാൽ എങ്ങനെ? അതുകൊണ്ട് നമുക്ക് വരുന്ന കർമ്മങ്ങളെ എൻ്റെ ഇഷ്ടങ്ങൾ സാധിക്കാനാ, എൻ്റെ ഇഷ്ടവും എൻ്റെ വാസനകൾ അനുഭവിക്കാനാ ഞാൻ ജന്മം എടുത്തിരിക്കുന്നത്. പക്ഷെ അത് എങ്ങനെ അനുഭവിക്കണം, എങ്ങനെ കർമ്മം ചെയ്ത് അനുഭവിക്കണം എന്നാണ് കൃഷ്ണൻ പറയുന്നത്. ഈ നമ്മുടെ വാസനകളെ അനുഭവിച്ചേ പറ്റൂ. അതിൽ നിന്ന് എനിക്ക് എൻ്റെ ഈ വാസനകളൊന്നും, എനിക്ക് ഈ ആഗ്രഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റി വെക്കാനും പറ്റത്തില്ല. കാരണം ഈ ജന്മം എടുത്തത്, ഈ മനുഷ്യന്മ എടുത്തത്, ഈ സാഹചര്യം ഞാൻ ജനിച്ചത് ഇന്ന കർത്തവ്യങ്ങളും ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഞാൻ ഫേസ് ചെയ്തേ പറ്റൂ. അതിൽ നിന്ന് എനിക്ക് ഒളിച്ചോടാൻ പറ്റത്തില്ല. അപ്പം ഇത് കർമ്മം, എൻ്റെ ആഗ്രഹങ്ങളെ അത് കർമ്മമാണ് ചെയ്യുന്നത്. ആഗ്രഹ നിവൃത്തി ഞാൻ കർമ്മത്തിൽ കൂടെ സാധിക്കുന്നത്. ആ കർമ്മയോഗത്തിൽ ചെയ്യുക, പ്രസന്റിൽ എൻ്റെ മനസ്സിനെ കൊണ്ടുവെക്കുക, പാസ്റ്റിലും ഫ്യൂച്ചറിലോട്ടും മനസ്സ് പോകാതെ നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ മനസ്സിനെ എപ്പോഴും നമ്മൾ ഒബ്സർവ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മുടെ മനസ്സ് നമ്മളെ ട്രിക്കിയായിട്ട്, എൻ്റെ ഈഗോ എന്നെ വഴിതെറ്റിച്ചുകൊണ്ട് പോകും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഞാൻ എന്ത് ചിന്തിക്കുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ ചിന്തിക്കുന്നത്, എന്താണ് കാരണം? ഇവിടെ നമ്മളെപ്പോഴും ഒരു അനലിറ്റിക്കൽ മൈൻഡ് ഉണ്ടാവണം. നമ്മൾ ഈ നടന്നതിനെ അല്ല ചുമ്മാ ഒരു ബ്ലൈൻഡായിട്ട് പോകരുത്. നമുക്ക് ഓരോ വികാരങ്ങളൊന്നും ഉണ്ടെങ്കിൽ വികാരത്തിന്റെ പുറകെ നമ്മൾ ഓരോ കാര്യം ചെയ്യാൻ തുടങ്ങിയാൽ നമുക്ക് ദുരിതമായിരിക്കും ജീവിതം. അതേ സമയത്ത് വികാരത്തിന്റെ പുറകെ, വികാരങ്ങൾ ഉണ്ടായിക്കോട്ടെ, നമുക്ക് സന്തോഷം വരും, ദുഃഖം വരും, കോപം വരും, ഇല്ലയോ, ഇതൊക്കെ വരും. പക്ഷേ ഇതൊക്കെ വന്നോട്ടെ, പക്ഷെ അതിനെ അങ്ങോട്ട് എലിവേറ്റ് ചെയ്യാനും വിടരുത്. നമ്മൾ ഇതിനെ എപ്പോഴും ആ വികാരങ്ങളെ മാനേജ് ചെയ്യാൻ പഠിച്ചാൽ നമുക്ക് ഡയറക്ഷൻ കിട്ടിക്കൊണ്ടേയിരിക്കും. അത് നിങ്ങളൊന്ന് ട്രൈ ചെയ്തു നോക്കിയാൽ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നമ്മുടെ എമോഷൻസിനെ നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കുമ്പോൾ നമുക്ക് വിവേകം ഉദിച്ചുകൊണ്ടിരിക്കും. അപ്പം കറക്റ്റ് സമയത്ത് എനിക്ക് ആ വിവേകം കിട്ടും, എനിക്ക് ശരിയായ വിധം എനിക്ക് അതിൽ റെസ്പോണ്ട് ചെയ്യാൻ പറ്റും. അത് ഞാൻ പറഞ്ഞല്ലോ, റിയാക്ട് ചെയ്യുന്നത് വികാരത്തിലാണ്, റെസ്പോണ്ട് ചെയ്യുന്നത് നമ്മൾ ആലോചിച്ച വിവേകബുദ്ധി. നമ്മുടെ സാധാരണ ബുദ്ധിയല്ല, വിവേക ബുദ്ധിയുണ്ട്. ഈ ബുദ്ധി വികാരമായിട്ടും അലൈനായി നമുക്ക് പ്രവർത്തിക്കും. ഇവർ കർമ്മം ചെയ്യുന്നതിന്റെ പുറകിലുള്ള ചിന്തകളെ ആ ബുദ്ധി എന്ന് പറയുന്നത്. ഈ ബുദ്ധി വികാരമായിട്ട് അലൈനാവും, കൊലൂടായി അങ്ങനെയും കർമ്മം ചെയ്യും. പക്ഷെ ഈ വികാരത്തിനെ മാനേജ് ചെയ്താൽ യു വിൽ ഗെറ്റ് എ ഡയറക്ഷൻ ഫ്രം വിസ്ഡം. അതാണ് വിവേകം. വിസ്ഡം എന്ന് പറയുന്നതാണ് വിവേകം, ഇന്റലിജൻസ്. ഈ വിവേകം എവിടുന്ന് വരുന്നു? എന്നിലുള്ള ഒരു ചൈതന്യമുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മളിലൊരു ബോധ ചൈതന്യം ഉണ്ടെന്ന്. അതിന്റെ പ്രൂഫൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചതാ. എന്നിലൊരു ബോധ ചൈതന്യമുണ്ട്, എന്നിലൊരു ഈശ്വരനുണ്ട്. ഇത് നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം. ഇപ്പൊ നമ്മുടെ വിശ്വാസം എന്തുവാ? ഈശ്വരൻ അത് വേറെ എവിടെയോ, എന്നിലില്ല. ഈ ഈശ്വരനിലാണ് നമ്മൾ ഇതെല്ലാം ഇരുന്ന് സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എല്ലാം, ചിന്തിക്കുന്നത് വരെ. ഈ ചിന്ത വരെ ആ ഈശ്വരനായിട്ടുള്ള കണക്ഷൻ ഇല്ലെങ്കിൽ എനിക്ക് ചിന്തയില്ല. ഈ സത്യങ്ങളെ നമ്മൾ അടിയുറച്ച് നിരന്തരം ചിന്തിച്ചാലേ അത് എൻ്റെ മനസ്സതിൽ ഉറക്കത്തുള്ളൂ.
അല്ലാതെ ഇങ്ങനെ കേട്ട് വിട്ട് കഴിഞ്ഞാൽ ഉറക്കത്തില്ല. നമ്മളെല്ലാം വിട്ട് എല്ലാം നല്ലതാന്ന് പറഞ്ഞ് വിട്ട് കളയും. അതേസമയത്ത് നമ്മൾ നിരന്തരം ചിന്തിക്കണം. ഇത് കണ്ടിന്യൂസ് പ്രോസസ്സാണ്. എന്നുവെച്ചാൽ ഈ വേറെ ജീവിതത്തിനെ കുറിച്ച് ഒന്നും ചിന്തിക്കരുതെന്നല്ല അതിന്റെ അർത്ഥം. ഏതിൻ്റെയും കൂടെ നമ്മൾ ഇത് ചിന്തിക്കണം. ഇപ്പം നമ്മൾ ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ഏത് കാര്യം ചെയ്യുമ്പോഴും നമ്മൾ ചിന്തിക്കുന്നുണ്ട് വേണ്ടാത്ത കാര്യങ്ങൾ. ഒന്നീ പാസ്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ച്. നമുക്ക് അങ്ങനെ ചിന്തിക്കാൻ രണ്ട് കഴിവുണ്ട്. ഒരു പ്രവൃത്തിയും ചെയ്യാം, ചിന്തിക്കുകയും ചെയ്യാം. ഈ ചിന്ത ഞാനിപ്പോൾ ചെയ്യുന്നത് ഈശ്വരനിലാണെന്നുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ധാരണ നമുക്കുണ്ടാവണം. അല്ലെങ്കിൽ എൻ്റെ മനസ്സ് പാസ്റ്റിലോട്ടും ഫ്യൂച്ചറിലോട്ടും പോയിക്കൊണ്ടിരിക്കും. ഇതിനെ കർമ്മയോഗം എന്ന് പറയുന്നത്. മനസ്സിനെ പറഞ്ഞല്ലോ, അതിന് വേറെ ടെക്നിക്കും ഉണ്ട്. നിങ്ങളൊക്കെ പറഞ്ഞു, ഈ ദുഃഖം വരുമ്പോൾ ഈ ദുഃഖം ഇങ്ങനെ നിൽക്കത്തില്ല, മാറിപ്പോവും. സുഖം വരുമ്പോഴോ ഇതും പെർമനന്റ് അല്ല. അങ്ങനെ ഒരു ചിന്ത നല്ലതാ. പക്ഷേ അതിനെക്കാട്ടി നല്ലത് ഒരു വിജയം വരുമ്പോൾ, ഒരു പോസിറ്റീവ് ആയിട്ടുള്ളത്, ഒരു ലാഭം വരുമ്പോൾ, അല്ലെങ്കിൽ സുഖം വരുമ്പോൾ, ഇതൊക്കെ നമ്മുടെ മനസ്സങ്ങോട്ട് എലിവേറ്റ് ആവും. ഈ എലിവേറ്റ് ആവുന്നതാണ് പ്രശ്നം. അതിനെ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിർത്തണം. എത്ര സന്തോഷം വന്നാലും എത്ര ദുഃഖം വന്നാലും, എനിക്ക് ദുഃഖാനുഭവം വരുന്നുണ്ട്, സുഖാനുഭവം വരുന്നുണ്ട്. മനസ്സ് അതിൽ സുഖം വരുമ്പോൾ ആനന്ദിക്കുകയും ദുഃഖം വരുമ്പോൾ ദുഃഖിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു മിനിമം ഒരു ഇതുണ്ട്, ആ ഒരു ബെഞ്ച് മാർക്ക് നമ്മൾ പറയത്തില്ലയോ, അത് അവരവർക്ക് ഡിസൈഡ് ചെയ്യാം. അതിന് പറഞ്ഞു തരാൻ പറ്റത്തില്ല. അവരവരുടെ സാഹചര്യം അവരവർക്ക് അതിനെ വിഷ്വലൈസ് ചെയ്യാം. എൻ്റെ മനസ്സ് അധികം കോപം വരുന്നു, എനിക്ക് അതിയായിട്ട്. അപ്പം നമ്മൾ ആ സിറ്റുവേഷൻ നമ്മൾ മാനേജ് ചെയ്യണം. സപ്രഷൻ അല്ല, മാനേജ് ചെയ്യണം. അപ്പം നമ്മുടെ മനസ്സ് ആവശ്യമില്ലാതെ ദേഷ്യത്തിലോട്ട് അങ്ങ് പോകത്തില്ല, അല്ലെങ്കിൽ സന്തോഷത്തിലോട്ട് പോകത്തില്ല, അല്ലെങ്കിൽ ദുഃഖത്തിലോട്ട് പോകത്തില്ല. എൻ്റെ മനസ്സിന് എന്ത് സംഭവിക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കാത്തടത്തോളം കാലം ഞാൻ ആ വികാരത്തിന് അടിമപ്പെട്ടു പോകും. നമ്മളൊരു അടിമയായിട്ട് ജീവിക്കുമോ? അപ്പോൾ ആരുടെ അടിമയാ? എൻ്റെ തന്നെ വികാരങ്ങളുടെ അടിമയാണ്. എനിക്കതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം ഇപ്പം നമ്മൾ ഏതിനെയെങ്കിലും നമ്മുടെ ഒരു പട്ടിയെ വളർത്തുന്നു, അല്ലെങ്കിൽ ഒരു കുതിര, എന്തിനെയെങ്കിലും നമ്മൾ വളർത്തുന്നു, നമ്മൾ അതിനെ നമ്മുടെ മെരുക്കിയെടുക്കും, ഇല്ലയോ? നമ്മൾ ഏതെങ്കിലും ഒരു ജീവിയായിട്ട് നമ്മൾ അതിനെ പതുക്കെ പതുക്കെ മെരുക്കിയെടുക്കും നമ്മുടെ രീതിയായിട്ട്. എന്ന് പറയുന്ന പോലെ എൻ്റെ മനസ്സിനെ മെരുക്കിയെടുക്കണം. അതിനെ ഹാർഷായിട്ട് ഡീൽ ചെയ്യരുത്. കാരണം മൈൻഡ് അത്രയ്ക്ക് വേവറിങ്ങാ. ഇപ്പം നമ്മൾ ബലാത്കാരം കൊടുത്താൽ നമുക്ക് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമ്മൾ ആ മൈൻഡിനെ, നമ്മൾ ഈ സത്യങ്ങളെ പറഞ്ഞ് നമ്മുടെ മനസ്സിൽ നമ്മൾ തന്നെ, ഇപ്പം നമ്മൾക്ക് വേറൊരാളെ ഉപദേശിക്കാൻ നല്ല കഴിവാണ്. നമ്മൾക്ക് മറ്റുള്ള പ്രശ്നം വരുമ്പോൾ നമ്മളെല്ലാ ഉപദേശങ്ങളും കൊടുക്കും. നമ്മളെല്ലാവരും സമർത്ഥരാ. നമ്മുടെ ബന്ധുക്കൾക്കോ ഫ്രണ്ട്സിനോ നമ്മുടെ കൂടെ ആർക്കായിക്കോട്ടെ, അവർക്കൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ ആ പ്രശ്നത്തിന്, കാരണം നമ്മൾ ആ പ്രശ്നത്തിലല്ല, അവരാണ്. ഞാൻ ആ അവരൊക്കെ അതിനകത്ത് മുഴുകിയിരിക്കുക. ഞാൻ അവരുടെ പ്രശ്നത്തിൽ ഞാൻ ഇമ്മേഴ്സായി, അവരുടെ പ്രശ്നത്തിൽ ഞാൻ ഇമ്മേഴ്സ് ആവുമോ? അപ്പൊ എനിക്ക് ദൂരെ നിന്ന് മാറിക്കാണാം. അങ്ങനെ ഇത് വിഷമിക്കേണ്ട കാര്യമില്ല. നമ്മൾ ഈ ഉപദേശങ്ങളെല്ലാം കൊടുക്കും. ഇതേ ഒരു സംഗതി നമുക്ക് വരുമ്പോഴോ നമുക്കിതൊന്നും ഈ ഉപദേശങ്ങളൊന്നും നമുക്ക് ഓർമ്മ വരത്തില്ല. അപ്പൊ ഈ ഉപദേശം ഞാൻ തന്നെ എന്നോട് പറയണം. എന്തിനാ നീ വിഷമിക്കുന്നത്? എന്തിനാ നീ ദേഷ്യപ്പെടുന്നേ? നമ്മൾ ഉറക്കെ സംസാരിക്കണ്ട. അത് നമുക്ക് വട്ടാന്ന് വിചാരിക്കും മറ്റുള്ളവർ. നമ്മുടെ മനസ്സിൽ പറയാം, എന്തിനാ ഞാൻ ഇത്ര ഇതാവുന്ന, അജിറ്റേറ്റ് ആണ്? ആ സാരമില്ല. നമ്മൾ തന്നെ നമ്മളെ, അതാ പറഞ്ഞ് ഉദ്ധരേത് ആത്മാനം അവസാദേന്ന് പറഞ്ഞ ഒരു ശ്ലോകമുണ്ട്. എൻ്റെ മനസ്സുകൊണ്ട് തന്നെ വേണം ഉദ്ധരിക്കാൻ. രണ്ട് മനസ്സുണ്ട് നമുക്ക്. ഒരു വികാര മനസ്സുകൊണ്ട്, ഒരു വിവേക മനസ്സുകൊണ്ട്. ഇത് ഞാൻ നേരത്തെ ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. ഈ വികാര മനസ്സും വിവേക മനസ്സും എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും? ഈ വികാര മനസ്സ് ഏതാ, വിവേക മനസ്സാന്ന് എങ്ങനെയാ നമ്മൾ ഐഡന്റിഫൈ ചെയ്തിട്ടുള്ളതെന്ന് പറയാമോ? എനിക്ക് രണ്ട് മനസ്സുണ്ട്. ഒന്ന് വികാര മനസ്സും ഒന്ന് വിവേക മനസ്സും ഉണ്ട്. ഇതിലെ ഏതാ വികാര മനസ്സും ഏതാണ് വിവേക മനസ്സും നമ്മുടെ ഒരു അനുഭവത്തിൽ കൂടെ നമുക്കറിയാം. ഒന്ന് പറയാമോ ആർക്കെങ്കിലും? പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം കഴിഞ്ഞിട്ട് അത് റിഗ്രറ്റ്, നമ്മൾ അത് പശ്ചാത്തപിക്കും. അത് അങ്ങനെ വേണ്ടായിരുന്നു. കുറച്ച് സമയം കഴിയുമ്പോഴേ അത് ചിന്തിക്കുമ്പോ തോന്നും അങ്ങനെ അല്ലായിരുന്നു വേണ്ടത്, അത്രയും കുറച്ചുകൂടെ കഴിഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇത് അത് പറയത്തില്ലായിരുന്നു, അല്ലെങ്കിൽ അത് ചെയ്യണ്ടായിരുന്നു എന്ന് തോന്നിക്കുന്നതാണ് വിവേക മനസ്സ്. ഈ കുറച്ച് ശാന്തമായിട്ട് എപ്പോഴും അത് നമുക്ക് തോന്നുന്നത് ആ ഒരു പ്രവൃത്തി ചെയ്ത് തോന്നത്തില്ല.
കാരണം ഇല്ല. നമ്മൾ പ്രവൃത്തി ചെയ്യുമ്പോഴോ നമ്മൾ എന്തൊക്കെയോ ദേഷ്യം വന്നു, അല്ലെങ്കിൽ ദുഃഖം വന്നു, അല്ലെങ്കിൽ സന്തോഷം വന്നു, എന്തെങ്കിലുമൊക്കെ നമുക്ക് ഒരു സംഭവം ഉണ്ടാകുമ്പോൾ നമുക്ക് വികാരങ്ങൾ ഉണ്ടാവും, ഏതെങ്കിലും തരത്തിലുള്ള ഒരു വികാരം ഉണ്ടാവും. അപ്പോൾ ആ വികാരത്തിൽ നമ്മൾ കുറച്ച് ആലോചിക്കുക, ആ വികാരത്തിലായിരുന്നു ആലോചിക്കുന്നതെന്ന് വിചാരിച്ചോണം. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടും. ഇതെല്ലാം കഴിഞ്ഞ് ഈ വികാരങ്ങൾ അതിനോട് ചേർന്ന് അലൈഡായിട്ട് ആ വികാരങ്ങൾ ഉണ്ടാവും. അപ്പം തന്നെ നമുക്ക് ഈ ഡയറക്ഷൻ കിട്ടത്തില്ല. നമ്മളിതെല്ലാം കിടന്ന് സ്വസ്ഥമായിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഈ ബിസി ആയിട്ടുള്ള ആ ഷെഡ്യൂളിലെങ്കിൽ നമ്മളിങ്ങനെ സ്വസ്ഥമായിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യുമ്പോഴേ, നമ്മൾ എവിടെയെങ്കിലും മയങ്ങുമ്പോഴോ അല്ലെങ്കിൽ ഉറങ്ങുമ്പോഴൊക്കെ ആയിരിക്കും, ഉറങ്ങാൻ കിടക്കുമ്പോഴൊക്കെ ഇങ്ങനെ നമ്മൾ നടന്നതിൻ്റെ എല്ലാം നമ്മുടെ മനസ്സിൽ കൂടെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും. അപ്പം നമുക്ക് നമ്മൾ അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ, ഇങ്ങനെ പറയണമായിരുന്നല്ലോ, അങ്ങനെ അപ്പോൾ നമുക്കൊരു ഡയറക്ഷൻ വരും. നമ്മളത് ചിന്തിച്ചുണ്ടാക്കുന്നത് നല്ലത്. അപ്പം നമ്മളിൽ തന്നെ ഒരു വിവേകമുണ്ട്. അത് വരുന്നത് എൻ്റെ ഉള്ളിലുള്ള ബോധ ചൈതന്യത്തിൽ നിന്നാണ്. അപ്പം അവിടെ വികാരങ്ങളില്ല. വികാരങ്ങളെല്ലാം കെട്ടടങ്ങിയപ്പോൾ നീ ചെയ്തത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ നീ ചെയ്തില്ല, ആ സമയത്ത് ഇങ്ങനെ ചെയ്യണമായിരുന്നു, അല്ലെങ്കിൽ ചെയ്യണ്ടായിരുന്നു എന്നുള്ളൊരു ഡയറക്ഷൻ നമ്മൾ വരുന്നുണ്ട്. അതും എൻ്റെ ഒരു മനസ്സാ പറയുന്നേ. ആ ചിന്ത എവിടുന്ന് വരുന്നു? ഈ വിവേകത്തിൽ നിന്ന്. അപ്പം നമ്മളിൽ തന്നെ ഒരു വികാര മനസ്സുകൊണ്ട്, വികാരത്തിന്റെ പുറത്ത് പ്രവർത്തിക്കുന്ന ഒരു മനസ്സുകൊണ്ട്, വിവേകത്തിലും നമുക്കൊരു മനസ്സുണ്ട്. അപ്പം എന്നുള്ള വിവേക മനസ്സുകൊണ്ട് ഈ വികാര മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. അങ്ങനെ ചെയ്യുന്ന ഇതൊരു പ്രോസസ്സാ. ആര് പഠിപ്പിക്കും നമ്മളെ? നമ്മൾ തന്നെ നമ്മളെ പഠിപ്പിക്കണം. എല്ലാവരിലും ഉണ്ട് ഈ രണ്ട് മനസ്സ്. ഈ വിവേക മനസ്സുകൊണ്ട് പറഞ്ഞ് 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 ഇതാണ് പ്രയത്നം, അല്ലാതെ ഒന്നുമല്ല. ശരീരം കൊണ്ട് ചെയ്യുന്ന ഒരു പ്രവൃത്തിയല്ല ഈ പ്രയത്നം. ഈ മനസ്സ് ഉയർച്ചയുള്ളത് ശരീരം കൊണ്ടുള്ളതല്ല, ഇത് മനസ്സിന്റെ പ്രയത്നമാണ്. ഞാൻ ഈ പഠിച്ചത് വെറും ഒരു പ്രിൻസിപ്പിളാണ്. എനിക്ക് മനസ്സിലായി എവിടെയെങ്കിലും എനിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. ഭൗതികമായിട്ട് ഇത് പഠിച്ചിട്ട് എനിക്ക് ഒരു ബെനിഫിറ്റും ഇല്ല. മെറ്റീരിയലിസ്റ്റിക് ആയിട്ട് എനിക്ക് ഒരു ഗെയിനും കിട്ടത്തില്ല. പക്ഷേ ആ മെറ്റീരിയൽ ഗെയിൻ എങ്ങനെ വരും? ഞാൻ ഓരോ പ്രവൃത്തികൾ വിവേകത്തിൽ ചെയ്താൽ അതാ പറഞ്ഞു, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീ വിജയോ. ലാസ്റ്റ് ശ്ലോകം. എവിടെ യോഗവും ഉണ്ടോ, കൃഷ്ണനുമായിട്ടുള്ള യോഗവും ഉണ്ട്, എത്ര ധനുർധനം, ഞാൻ കഴിവുള്ളവനുമായിരിക്കണം. ഇത് രണ്ടും കൂടെ കൂടിച്ചേരുമ്പോൾ അവിടെ അഭിവൃദ്ധിയുണ്ട്. അപ്പം നമുക്ക് പ്രോസ്പെരിറ്റിയും വരും, അല്ലെങ്കിലോ നമുക്ക് എല്ലാ മെറ്റീരിയൽ ലോസും വരും, നമുക്ക് ദുരിതവും കൂടെ ആയിരിക്കും. നമ്മൾ ഈ മനസ്സിനെ യോഗാവസ്ഥയിൽ കൃഷ്ണനുമായിട്ട് യോഗം ചെയ്യും. എത്ര യോഗേശ്വര കൃഷ്ണ, ഞാൻ കൃഷ്ണനുമായിട്ട് യോഗം ചെയ്യണം. ആരായി കൃഷ്ണൻ? എന്നിൽ ഉള്ളിലുണ്ടാ കൃഷ്ണൻ, ബോധ ചൈതന്യമാണ്. ആ എന്നിൽ കൃഷ്ണൻ വിവേക രൂപത്തിലായിരിക്കുന്നത്. ഓരോരുത്തരുടെ ഉള്ളിലും കൃഷ്ണൻ വിവേക രൂപത്തിലിരിക്കുന്നു. ഇതൊരു പരമാർത്ഥമാണ്. ഒരു വ്യക്തിയല്ല കൃഷ്ണൻ, ഒരു തത്വമാണ്. കൃഷ്ണൻ ജനിച്ചപ്പോൾ അറിയാമല്ലോ, ദേവിയോടും വസുദേവരോടും പറഞ്ഞു, നിങ്ങൾ എന്നെ പുത്രഭാവത്തിൽ കണ്ടാൽ തത്വത്തിൽ ഗ്രഹിക്കണം. നിങ്ങളുടെ മകനായിട്ട് ജനിച്ചു, അതിലല്ല, എന്നെ തത്വത്തിലാണ് ഗ്രഹിക്കേണ്ടത്. പുത്രനായി കണ്ടോളൂ, പക്ഷേ എന്നെ തത്വത്തിൽ തത്വമാണത്, പ്രിൻസിപ്പിളാ. അതൊരു മാനിഫെസ്റ്റേഷനാ. അതിന്റെ ഒരു മാനിഫെസ്റ്റേഷൻ മനുഷ്യരൂപം എടുത്തു. അപ്പം അതാണ് ഏറ്റവും മുഖ്യം. എന്നിൽ എല്ലാവരിലും സർവഭൂത, ഇതല്ല എല്ലാ ശ്ലോകത്തിലും ഉണ്ടല്ലോ, സർവഭൂതങ്ങളുടെ ഉള്ളിലിരിക്കുന്ന അന്തരാത്മാവിരിക്കുന്ന ആ ചൈതന്യമാണ് ഞാൻ, കൃഷ്ണൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇതൊന്നും എടുക്കത്തില്ല. നമ്മൾ നമ്മുടെ വികാരത്തിന്റെ വഴിക്ക് പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ വാസന, ഓരോരുത്തർക്കും എൻ്റെ ശരികൾ, എനിക്കിത് ശരിയാ, മറ്റേ തെറ്റാ, ഞാൻ എൻ്റെ ശരികളിൽ കൂടെയും വാസനയിൽ കൂടെയും പോയിക്കൊണ്ടേയിരിക്കുന്നു. ഇങ്ങനായ നമ്മൾ ദുരിതത്തിലോട്ടേ നീങ്ങത്തുള്ളൂ. അപ്പൊ നമ്മൾ ഈ ഗീത അല്ല പറഞ്ഞേ, നമ്മള് എല്ലാം പഠിച്ചിട്ട് നമ്മൾ ഇപ്പൊ കേൾക്കുന്നതാണ്. ഇനിയും ഗീത പഠിക്കേണ്ട കാര്യമേ ഇല്ല. ഇതിനെയൊക്കെ അടിവരയിടാൻ വേണ്ടി പറയുന്ന പല പല കേസ് സ്റ്റഡികളും ചില എക്സ്പ്ലനേഷനുമാണ് ഇതെല്ലാം. ഈ സാഖ്യയോഗമാണ് കണ്ടൻസ്ഡ് ഗീത. ഗീതയെ പറയുന്ന എല്ലാം ഈ സാഖ്യയോഗത്തിലുണ്ട്. നമ്മൾ പറഞ്ഞ് ഇത് തന്നെയാണ് മൊത്തം എല്ലാ ഉപനിഷത്തുകളും. ജീവാത്മ പരമാത്മ ഐക്യം. ആരാണ് ജീവാത്മാവ്, ആരാ പരമാത്മാവ്, ഇതെങ്ങനെയാണ് ഐക്യമാവുന്നേ? എനിക്ക് ഈ തത്വമസി, അത് നീയാകുന്നു. ആ ഈശ്വരൻ നീ തന്നെ, നിന്നിലുണ്ടത്.
ഇത്രയും ഉപനിഷത്തും ഇതൊന്നും പഠിച്ചു കൂട്ടേണ്ട കാര്യമില്ല. നമ്മുടെ ഈ മൈൻഡിനെ ഈ ചൈതന്യത്തിൽ, എന്നിലുള്ള ചൈതന്യത്തിലെ ഉറപ്പിച്ച് അതിൽ ഈ കർമ്മം ചെയ്തുകൊണ്ട് നമുക്ക് വന്നു ചേർന്നിട്ടുള്ള കർമ്മങ്ങളെ നമ്മൾ വേറൊരാൾ ചെയ്യുന്ന കർമ്മം നോക്കി നമ്മൾ ചെയ്യണ്ട. അവരവർക്ക് എന്ത് വന്നിട്ടുണ്ടോ അതിനെ സമർപ്പണ ബുദ്ധിയ, എന്നിൽ ഒരു ഈശ്വര ചൈതന്യമുണ്ട്, ഞാൻ ഈ ജന്മം എടുത്തിരിക്കുന്നത് എൻ്റെ ഈ വാസനകൾ അനുഭവിക്കാനാ, ഈ വാസനകൾ ഞാൻ ഈശ്വരനിൽ അർപ്പിച്ചുകൊണ്ട് ചെയ്യുന്നു. ഞാൻ ഈശ്വരനിൽ അർപ്പണമാണ്. കാരണം ഞാനെന്നുള്ള ഇല്യൂഷനാണ്. നമുക്ക് തോന്നുക എൻ്റെ ബുദ്ധിയാണ് അവിടെ, എൻ്റെ ഹാർഡ് വർക്കാണ് ഇതിന് സക്സസിന് കാരണം, അല്ലെങ്കിൽ ഞാൻ ചെയ്തു കൂട്ടിയ എന്തെങ്കിലുമൊക്കെ അബദ്ധങ്ങൾ കൊണ്ടാണ് എനിക്ക് പരാജയം വന്നത്. ഇതെല്ലാം കാർമിക് എഫക്റ്റാ. ഞാൻ അങ്ങനെ ആ പരാജയം വരണമെങ്കിൽ അങ്ങനെ ആ രീതിയിലോട്ട് പോവും. അത് വിജയം വരണമെങ്കിൽ അങ്ങനെ പോവും. അതിന് പറഞ്ഞേ, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്തുകൊണ്ടേ ഇരിക്കുക. റിസൾട്ട് അഫക്റ്റ് ചെയ്യുന്ന പല ഫാക്ടേഴ്സ് ഉണ്ട്, നമ്മുടെ ഹാർഡ് വർക്ക് മാത്രമല്ല. ഈ സത്യങ്ങളെ നമ്മളിപ്പം ഈ സാങ്കേതികത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ കാര്യങ്ങള് ഇത് നമ്മൾ മനസ്സിലങ്ങ് ഓരോ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് ചിന്തിച്ച് ഉറപ്പിക്കണം. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ മാർഗം പതുക്കെ പതുക്കെ മാറും, നമ്മുടെ മനോഭാവം മാറും. സോ നമ്മൾക്ക് ട്രാൻസ്ഫർമേഷൻ സംഭവിക്കും. ഈ ഒരു പ്രിൻസിപ്പിളിനെ നമ്മൾ ഉൾക്കൊള്ളാൻ ശ്രമിക്കണം. മനസ്സിലായില്ലെങ്കിൽ തിരിച്ചും വായിച്ച് ചിന്തിക്കണം. ഇത് ആരോടും ഒരു ഡൗട്ട് ചോദിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ ഓരോന്നും വായിച്ച് നിങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അത് ഉരുത്തിരിഞ്ഞ് വരും. ആദ്യമൊക്കെ ഉള്ളൂ നമുക്ക് ഈ ഡൗട്ട് തോന്നുന്നേ. കാരണം ഇത് മലയാളത്തിൽ എഴുതിച്ചിട്ടുണ്ട് ഇന്റർപ്രിട്ടേഷൻ. നമ്മൾ ഒരു സംസ്കൃതം, ഒരു ഭാഷയുടെ ഒരു പ്രശ്നവുമില്ല. ഈ ഇന്റർപ്രിട്ടേഷൻ ചിന്മയാനന്ദ സ്വാമി എഴുതി വെച്ചേക്കുന്നത് ഭഗവത്ഗീത ശങ്കരാചാര്യർ വ്യാഖ്യാനം ചെയ്ത് സംസ്കൃതത്തിൽ അതിനെ ചിന്മയാനന്ദ സ്വാമി വളരെ ലളിതമായിട്ട്, അല്ലെങ്കിൽ ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ എന്തോ വേണം, നമുക്ക് മലയാളം വായിക്കാൻ അറിയാം, ഗ്രഹിക്കാനും അറിയാം. നമ്മുടെ മൈൻഡ് അപ്ലൈ ചെയ്യണം. എനിക്ക് അതിലോട് താല്പര്യം വരണം, ജിജ്ഞാസ വരണം ഈ സത്യങ്ങളെ തിരിച്ചറിയാൻ. ഞാനിങ്ങനെ ഭൗതിക ജീവിതത്തിൽ ഇങ്ങനെ തെരഞ്ഞുകൊണ്ടിരുന്നത് ഞാനിങ്ങനെ എന്തൊക്കെയോ ചെയ്ത് കൂട്ടുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളും എല്ലാവരും എന്തിനു വേണ്ടിയാ ചെയ്യുന്നേ? നമ്മുടെ സ്വസ്ഥതയ്ക്കും സമാധാനത്തിനും ഒക്കെയാ. പക്ഷേ നേരെ എതിർ ദിശയിൽ നമ്മൾ ചെയ്യേണ്ട രീതിയിൽ ചെയ്താൽ ഇത് കിട്ടും. പക്ഷെ നമ്മൾ അറിയുന്നില്ല. പക്ഷെ അതുകൊണ്ട് ഇത് ആദ്യം മനസ്സിലായി ഇതിൽ ഉറപ്പ് വന്നാലേ എനിക്ക് മാറി. അല്ലെങ്കിൽ ഞാൻ ചുമ്മാ എല്ലാവരും കാണിക്കുന്ന പോലെ ചെയ്തിട്ട് ഒരു കാര്യവും ഇല്ല. ഞാൻ ഉൾക്കൊണ്ടുകൊണ്ട് ചെയ്യണം. അല്ലാതെ ഇങ്ങനെയൊക്കെ ചെയ്യട്ടോ അങ്ങനെയൊക്കെ ചെയ്യട്ടോ, ചില ഡൂസ് ആൻഡ് ഡോൺസ്, അതല്ല അത് ക്രിസ്ത്യാനിറ്റി ഇല്ല. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇത് ചെയ്യരുത്, അത് ചെയ്യണം, അങ്ങനെയുള്ള ഇതല്ല ഇവിടെ. ഓരോരുത്തർക്കും ഫ്രീഡം ഉണ്ട്. ഞാൻ എൻ്റെ വഴി കൂടെ ഉയരാൻ പറ്റത്തുള്ളൂ. ഒരു കോമൺ ആയിട്ട് ഒരു പ്ലാറ്റ്ഫോം ഇല്ല ഉയരാൻ. അവരവർക്ക് എല്ലാവരും അവരവരുടെ ലെവലിൽ ഉയരാം. ആരും ഇവിടെ ഒരു കമ്പാരിസൺ ഇല്ല. ഈ ആത്മീയ യാത്രയിൽ ഓരോരുത്തരും തനിയാ. നമുക്കറിയാം, നമ്മളെ ഭൗതികത്തില് നമ്മൾ ഓരോ കാര്യത്തിനും നമുക്കൊരു കൂട്ട് വേണം. എവിടെങ്കിലും യാത്ര പോയാലോ ഏത് കാര്യത്തിനും നമുക്കൊരു കമ്പാനി, ആരുടെങ്കിലും ഒരു ഹെൽപ്പ് തരാമോ, ഒരു ഗ്രൂപ്പ് 2 പേരായിട്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ചെയ്യാൻ നമുക്ക് പേടിയാ, ഒറ്റയ്ക്ക് ഇരിക്കാനും നമുക്ക് ഒക്കത്തില്ല. പക്ഷെ നമ്മൾ അറിയുന്നില്ല, നമ്മളിൽ ഒരു ഈശ്വരനിലായിരിക്കുന്നുള്ള അറിവുണ്ടെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഏറ്റവും പരമാനന്ദം. അല്ലെങ്കിലോ നമുക്ക് ഭയവാ, ലോൺലിനെസ് നമുക്ക് ഭയവാ. നമ്മൾ ഈ കാര്യങ്ങളെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം അത് പണം വന്നിട്ടല്ല നമുക്ക് ഈ പരമാനന്ദമായിട്ട് സ്റ്റേജ് വരുന്നേ. പണം വരുന്നവരും നമ്മുടെ പ്രശ്നങ്ങൾ കൂടത്തേ ഉള്ളൂ. ആ പണം നിലനിർത്താനും ഇതൊക്കെ നമ്മൾ അതാ നേരത്തെ ഒരു ഇതിൽ പറഞ്ഞു, യോഗക്ഷേമം നമുക്ക് ഇനിയും വരും. യോഗക്ഷേമത്തിന് വേണ്ടിയാ നമ്മൾ നേടാൻ പോവാ. നമ്മൾ വെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നമ്മൾ സമ്പാദിച്ചതിനെ നമ്മൾ നിലനിർത്താൻ പാടുപെടും. യോഗവും ക്ഷേമവും ഞാൻ സമ്പാദിച്ചതിനെ നിലനിർത്തുക, ഇതെന്റെ ഒരു പ്രയത്നമായിട്ട്. ഇത് എനിക്ക് സമാധാനത്തിലോട്ട് എനിക്ക് കിട്ടേണ്ടത് കിട്ടിക്കോളും. നമ്മൾ കണ്ടന്റഡ് ആവണം. നമ്മൾ ആരുമായിട്ടും കമ്പാരിസൺ വേണ്ട. നമ്മൾ ഇന്നെല്ലാം കമ്പാരിസണിലാ പോകുന്നേ. എല്ലാവരും നമ്മൾ അറിയാതെ നമ്മൾ കമ്പാരിസണിലായി പോകുന്നത് നമ്മുടെ ലൈഫ്. അത് ഏറ്റവും വലിയ തെറ്റാ. മനസ്സിങ്ങനെ ഉയർന്നും താഴ്ന്നും പോകും, സാമ്യാവസ്ഥയിൽ വരുത്തില്ല, സമചിത്തത കൈവരുത്തില്ല. നമ്മൾ ഈ ലോകത്തിന്റെ ഈ സമൂഹത്തിനെ കണ്ട് നിങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നാൽ നമ്മുടെ മനസ്സ് സാമ്യാവസ്ഥയിൽ നിൽക്കത്തില്ല, ശാന്തമായി നിൽക്കത്തില്ല.
അപ്പം ഈ യോഗാവസ്ഥയിൽ നമുക്ക് എല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുകയും വേണം. ഈ ആഗ്രഹങ്ങളിലേക്ക് എനിക്കെല്ലാം മാറ്റിവെക്ക്, ഞാൻ സന്യസിക്കാൻ പോവാ, ഞാൻ അല്ലെങ്കിൽ ധ്യാനിക്കാൻ പോവാന്ന് പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നമുക്ക് എല്ലാവർക്കും അവരവരുടേതായ ആഗ്രഹങ്ങൾ, ചില ഓരോരുത്തർക്കും ഓരോരോ കർമ്മങ്ങൾ, ബാധ്യതകൾ, കർത്തവ്യങ്ങളുണ്ട്. അതിൽ നിന്ന് ഒളിച്ചോടാൻ പറ്റത്തില്ല. അത് സൂയിസൈഡ് ചെയ്യുന്ന പോലെ, സൂയിസൈഡ് ചെയ്യുന്നവരൊക്കെ രക്ഷപ്പെടുന്നു വിചാരിക്കുവാണോ? അല്ല, തിരിച്ചും ഇതിനെക്കാട്ടിൽ. കാരണം ഇതിനൊക്കെ എസ്കേപ്പിസം കാണിച്ചു. അത് ഒത്തിരി പാപമാണ്. എനിക്ക് ഈ ജീവനെ എടുക്കാനുള്ള അർഹതയില്ല. ഞാൻ കൊണ്ടുവന്നാണോ എൻ്റെ ജീവനെ? അല്ല. അപ്പോൾ അതുപോലെ ഒരാളെ നമുക്ക് ആരെയും അങ്ങനെ അതാ പറഞ്ഞു, ഇതിന് നാച്ചുറൽ ഒരു കോഴ്സ് ഓഫ് ആക്ഷൻ ഉണ്ട്. അതിനെ അണ്ടർഗോ ചെയ്തേ പറ്റൂ. ഇപ്പം നമ്മൾ ചെയ്യാനുള്ള എന്തുവാ? നമുക്ക് കർമ്മം ചെയ്തേ പറ്റൂ. കർമ്മം ചെയ്യാതെ ആർക്കും ഇവിടെ ഇരിക്കാൻ പറ്റും. എത്ര അലസനായാൽ പോലും കർമ്മം ചെയ്തുകൊണ്ട് ഏതെങ്കിലും കർമ്മങ്ങൾ അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. എത്ര ആക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്ന ആളായാലും എത്ര മടിയനായിട്ടുള്ള ഒരാളും അവരെല്ലാം കർമ്മം ചെയ്യുന്നുണ്ട്. ഇവിടെ ആരും കർമ്മം ചെയ്യാതിരിക്കുന്നില്ല. പക്ഷെ ആ കർമ്മം നമുക്ക് കുറച്ച് ഞാനൊരു വേറെ എക്സാമ്പിൾ പറയാം. ഭീമനും ജരാസന്ധനും തമ്മിലുള്ള യുദ്ധത്തിലെ ഭീമൻ ആദ്യമോ അവനെ കൊല്ലാൻ ഒരു ഈസി ആയിട്ട് എനിക്ക് ഭീമൻ ഇങ്ങനെ യുദ്ധം ചെയ്ത് തളരുക. അപ്പം അവസാനം ഭീമൻ കൃഷ്ണനിലോട്ട് നോക്കും. നമ്മൾ ഭീമന്റെ മനസ്സ് കൃഷ്ണനിലോട്ട് തിരിയുക. അപ്പോൾ അവിടുന്ന് ഒരു ഇൻഡിക്കേഷൻ വരും, ഇങ്ങനെ രണ്ടായിട്ട്. അപ്പോഴാണ് അവിടെ വിജയം വരുന്നത്. അതുവരെ ഭീമൻ എത്ര ശക്തനായാലും തളർന്ന് അവൻ്റെ കൈകൊണ്ട് മരിക്കുന്നുള്ള സ്റ്റേജ് ആയപ്പോഴേ കൃഷ്ണനിലോട്ട് തിരിയുക. കൃഷ്ണന് തിരിയുന്നതാണ് വിവേകത്തിലോട്ട് തിരിയുന്നത്. കൃഷ്ണൻ അവിടെ പരമാത്മാവാ, വെറും ഒരു വ്യക്തിയല്ല, പരമാത്മാവിന്റെ റെപ്രസെന്റേഷനാ. വികാര മനസ്സ് വിവേകത്തിലോട്ട് തിരിഞ്ഞപ്പോൾ ഡയറക്ഷൻ കിട്ടി, ജരാസന്ധനെ വധിക്കുന്നു. അതുപോലെ തന്നെയാണ് ദുര്യോധന്റെ ഗദായുദ്ധത്തില് എത്ര ഇതായിട്ടും ദുര്യോധനെ വധിക്കാൻ പറ്റുന്നില്ല. ഭീമൻ തളർന്നു പോവാ. ആ സമയത്തും കൃഷ്ണനിലോട്ട് തിരിയുന്നു. അപ്പൊ തുടയിലടിച്ച് കാണിക്കുന്നു. അതാ നമ്മളെല്ലാരും നമ്മൾ വിവേകത്തോട്ട് തിരിയണം. തിരിഞ്ഞില്ലെങ്കിലോ നമുക്ക് ആ ഡയറക്ഷൻ കിട്ടത്തില്ല. നമ്മൾ നാശത്തിലോട്ട് പോകും. നമ്മുടെ ഏത് പ്രവൃത്തികളും നമുക്ക് ഏതും ചെയ്യാം. എൻ്റെ ആഗ്രഹം തെറ്റല്ല, ആഗ്രഹിക്കരുതെന്ന് കൃഷ്ണനകത്ത് പറയുന്നേ ഇല്ല. ആഗ്രഹങ്ങളിൽ നിന്നുണ്ടാവുന്ന സങ്കല്പങ്ങളെ ത്യജിക്കാൻ പറയുന്നുണ്ട്. വേറൊരു ശ്ലോകം, സങ്കല്പാൻ പ്രഭവാൻ കാമാൻ. സങ്കല്പങ്ങളിൽ കാമത്തിൽ നിന്ന് ജനിക്കുന്ന സങ്കല്പങ്ങളിൽ കൂടെ കാമങ്ങൾ തിരിച്ചും വരുന്നുണ്ട്. അതിനെ ത്യജിക്കണം. നമ്മുടെ കാമങ്ങളെ ത്യജിക്കാൻ പറയുന്നില്ല. സങ്കല്പത്തിൽ കൂടെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഒരു വീടുണ്ടാക്കണം അല്ലെങ്കിൽ കാറ് വാങ്ങിക്കണം. ഒരു കാറ് വാങ്ങിക്കുന്നത് എന്തിനാ? എൻ്റെ കംഫർട്ടിന് എൻ്റെ കാര്യങ്ങൾ പോകാൻ, എൻ്റെ സാമ്പത്തിക നില അനുസരിച്ച് ഒരു കാറ് വാങ്ങിക്കാം. അതേസമയത്തോ മറ്റുള്ളവരെക്കാട്ടിൽ വലിയ കാറ് വാങ്ങിച്ച് നമുക്ക് ഷോ ഓഫ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു വലിയ വീടുണ്ടാക്കാൻ നമ്മൾ വേണ്ടാത്തതെല്ലാം. നിങ്ങൾക്ക് അറിയാമല്ലോ, പണ്ടൊക്കെ ഗൾഫിലൊക്കെ പോകുമ്പോഴേ വന്നിട്ട് വലിയ വലിയ വീടുകളുണ്ടാക്കും. തിരിച്ച് ഗൾഫിലോട്ട് പോകാൻ പൈസ കാണത്തില്ല. നമ്മുടെ നിലയറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ ചില സങ്കല്പങ്ങളുണ്ട് ലൈഫിൽ. വേണ്ട ഓരോരുത്തരുടെ വീട് കാണുമ്പോൾ ഇതുപോലൊരു വീട് വെച്ചാൽ കൊള്ളാം, നല്ലതായിരിക്കും, നമുക്കൊരു ആഗ്രഹം ജനിക്കും. നമ്മുടെ സങ്കല്പത്തിന്റെ പുറത്തുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാവും. ഈ സങ്കല്പത്തിൽ നിന്ന് ഉണ്ടാവുന്ന ആഗ്രഹങ്ങളെ ത്യജിച്ചേ പറ്റൂ. നമ്മൾ ആഗ്രഹങ്ങളെ ത്യജിക്കണ്ട. നമ്മൾ മനക്കോട്ടകൾ, നമ്മൾ ഇമാജിനേഷൻ കൂടെ കുറെ കാര്യങ്ങൾ ചെയ്യും, വേണ്ടാത്ത കാര്യങ്ങൾ. അതിനെ ത്യജിച്ചേ പറ്റൂ, അല്ലെങ്കിൽ നമ്മുടെ ജീവൻ ദുരിതമാവും. അതുകൊണ്ട് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യേണ്ട കർമ്മത്തിനെ യോഗത്തിൽ ചെയ്യുക. ആഗ്രഹങ്ങളെ നിങ്ങൾ കർമ്മയോഗത്തിൽ കൂടി സാധിക്കുക. പുതിയ കർമ്മഫലം ഉണ്ടാകത്തുമില്ല, ഉള്ള കർമ്മഫലം തീരുകയും ചെയ്യും. നമ്മൾ ഈശ്വരനിലോട്ട് അടുക്കും. എൻ്റെ ആഗ്രഹങ്ങൾ കർമ്മയോഗത്തിൽ നിവർത്തിച്ചാൽ ഞാൻ ഈശ്വരനിലോട്ട് അടുക്കും. എൻ്റെ ആഗ്രഹങ്ങൾ കർമ്മത്തിൽ ചെയ്താൽ ഞാൻ ഈശ്വരൻ അകന്നു പോകും. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങളെ നമ്മൾ സൂക്ഷ്മമായി ചിന്തിച്ച് അനലൈസ് ചെയ്ത് നിരന്തരം ചിന്തിച്ച് നമ്മളിതിൽ ഉറയ്ക്കണം. എന്തെങ്കിലും പറയാനുണ്ടോ? ഇനി 3 മിനിറ്റേ ഉള്ളൂ. കൃഷ്ണൻ സാറിന്റെ ഇതിനകത്തെ
ഉം. എഴുതിയിരിക്കുന്നത് മനസ്സിന്റെ സമസ്ഥിതിയാണ് യോഗം. സമസ്ഥിതിയിലെത്തിയ മനസ്സ് ബ്രഹ്മസ്വരൂപം കൈക്കൊള്ളുന്നു. ഉം. ഇതാണ് നിയമം. ഈ സമസ്ഥിതി നേടാൻ ആദ്യമായി വേണ്ടത് മനസ്സിന് ഏകാഗ്രപ്പെടാൻ ഒരാശ്രയം കണ്ടെത്തുകയാണ്. ഉം. അപ്പൊ നമുക്ക് ബ്രഹ്മത്തിലാണ് നമ്മൾ ആശ്രയം കണ്ടെത്തേണ്ടത്. അല്ലെങ്കിൽ ബ്രഹ്മവസ്തുവിന്റെ പ്രതീകമായ ഏതെങ്കിലും ഇഷ്ടദേവതാ രൂപം അംഗീകരിച്ച് ഉം. സഗുണോപാസനയും ശീലിക്കാം. ഉം. എന്തായാലും ഈശ്വരപ്രാപ്തിയാണ് ജീവിതത്തിന്റെ പരമലക്ഷ്യമെന്ന് ഉറപ്പിച്ച് ഉം. താൻ അംഗീകരിച്ച ഈശ്വര രൂപം നിരന്തരം ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് ആ ഈശ്വരന്റെ ആരാധന എന്ന നിലയിൽ കർമ്മം ചെയ്യാൻ തുടങ്ങണം. അതോടെ ഏതോ ഒരു ഇപ്പൊ സൗണ്ട് കേൾക്കുന്നില്ല. എന്നോ ഇല്ല. അത് ഈശ്വര ഇടയ്ക്കിടയ്ക്ക് ഇത് കേൾക്കുന്നില്ലല്ലോ മഞ്ജു. എല്ലാവർക്കും കേൾക്കാവോ? മനസ്സിന്റെ സമനില നഷ്ടപ്പെടുകയില്ല. എന്ന ഏതോ ഒരു കേൾക്കുന്നില്ലയോ? പ്രശ്നമാണ് മഞ്ജു. ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നു. നിന്റെ ഏതോ ഒരു സൗണ്ട് ഈശ്വര രൂപം കേൾക്കുന്നില്ലയോ? ചിലപ്പോ ഫാസ്റ്റ് ആയിട്ട് പോയി ഇടയ്ക്ക് കേട്ടതില്ല. ഇപ്പൊ കേക്കാം. ഉം. ഈശ്വരപ്രാപ്തി എന്ന പരമലക്ഷ്യത്തെ കുറിച്ച് അതാ ഈശ്വരൻ നമ്മള് മനസ്സിൽ വിചാരിക്കുന്ന ഈശ്വര രൂപം നിരന്തരം ധ്യാനിച്ചുറപ്പിച്ചുകൊണ്ട് ആ ഈശ്വരന്റെ ആരാധന എന്ന നിലയിൽ കർമ്മം ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ കർമ്മം ചെയ്യുമ്പോൾ അതിന്റെ കർമ്മഫലത്തെ കുറിച്ചുള്ള സംഘം വെടിയാൻ കഴിയും. ഫലം ഇന്ന രൂപത്തിൽ തന്നെ വേണമെന്നോ അത് കിട്ടിയേ തീരോ എന്നോ ചിന്തിച്ച് മനസ്സ് വ്യാകുലപ്പെടുകയില്ല. അത് ഈശ്വരേച്ഛ പോലെ. മനസ്സിന്റെ സമനില നഷ്ടപ്പെടുകയില്ല. ഈശ്വരപ്രാപ്തി എന്ന പരമലക്ഷ്യത്തെ കുറിച്ച് പോലും ചിന്തിച്ച് ഖേദിക്കാതെ അതും ഈശ്വരേച്ഛയ്ക്ക് വിട്ടുകൊടുക്കുന്ന നിന്റെ മൊബൈലിന് കേൾക്കുന്നില്ല, ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്നില്ല. ഏതോ പ്രശ്നമുണ്ട് മഞ്ജു. കേൾക്കുന്നില്ല, പിന്നെ പോവും. ഈശ്വരബുദ്ധി വെടിഞ്ഞ് ഫലത്തെ മാത്രം ലക്ഷ്യമാക്കി ചെയ്യുന്ന കർമ്മം ഒരിക്കലും ജീവിതത്തെ ധന്യമാക്കുകയില്ലെന്നാണ് ഭഗവാൻ തുടർന്ന് വ്യക്തമാക്കുന്നത്. എല്ലാവരും ഇതിനെക്കുറിച്ച് ശരിക്കും ചിന്തിക്കുക. ചിന്തിച്ച് നിങ്ങൾ ഓരോരുത്തരും ഇതിനെക്കുറിച്ച് പറയണം. എന്നാലേ നമ്മൾ ഇങ്ങനെ പോയിട്ട് ഓരോ ചുമ്മാ ശ്ലോകങ്ങളിൽ പോയിട്ട് അത് ഉറപ്പ് വരണം. നമുക്ക് അങ്ങനെ ഉറച്ചു പോകുന്നതല്ലേ നല്ലത്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ നാളെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും അവരവരുടെ നാളെയുണ്ടോ? നാളെ അല്ല, മൺഡേ. നമുക്ക് മൺഡേ നിങ്ങൾ എല്ലാവരും പറയണം ഇതിനെക്കുറിച്ച്. അല്ലെങ്കിൽ നമുക്കൊരു പ്രയോജനമില്ല. നാളെ മൺഡേ കാണാം.